We can run away and leave this world behind. Please just take me home to a castle in the sky. Castle in the sky. Castle in the sky. Won't you take me ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. വെൽഫെയർമയുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ക്യാമ്പിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. നമ്മൾ ഒരു മലയുടെ മുകളിൽ വന്നിട്ട് ഇന്നലെ വന്നാണ് ക്യാമ്പ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കിടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം ഇതാ 12 മണി ആവാറായി. അപ്പോൾ നമ്മളിനി എല്ലാ സെറ്റവും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മളിതാ ടെൻറ്റ് ഇതവിടെ സെറ്റാണ് കേട്ടോ. 2 ടെൻറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. രാത്രി കാരണം കേട്ടോ, വേറെ കണ്ടോന്നറിയില്ല. ഇവിടെ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടെൻറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തായാലും രാവിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും രാത്രിയായി, കാഴ്ചകളൊന്നും കാണാൻ പറ്റും. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നൈറ്റായിട്ടോ, നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ടും വീഡിയോ ഒന്നും ചെയ്യാൻ. അപ്പോൾ ഇനി രാവിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. പുറത്തുള്ള വ്യൂ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അടിപൊളി, നല്ല കാറ്റുണ്ട് കേട്ടോ. തണുത്ത കാറ്റാണ്. ഇന്നലെ രാത്രി ആയത് നല്ല തണുത്ത കാറ്റാണ്. സൂര്യൻ ഉദിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ കൈ നമ്മൾ ആ ടെൻറ്റ് ഇത് അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്തൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. നമുക്ക് ടെൻറ്റ് ചുരുക്കുന്നത് രാത്രി വരാൻ നല്ല വൈകി, അതുകൊണ്ടാണ് ടെൻറ്റ് സെറ്റ് ചെയ്തൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സൂര്യൻ്റെ അവിടെ ഉദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൺറൈസാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ ഒരു മല കയറിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ രാത്രി എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇവിടെയാണ് നിരപ്പായിട്ടുള്ള സ്ഥലം കണ്ടത്, അതുകൊണ്ടാണ് ഇവിടെയാണ് ടെൻറ്റ് അടിച്ചിട്ടോ. 2 ടെൻറ്റാണുള്ളത്. ഞങ്ങൾ 4 പേരാണുള്ളത്. കിടന്നുറങ്ങാൻ കേട്ടോ, വിനുവേട്ടനും വിനീതേട്ടനും. ഇനി ഇപ്പുറത്തെ ടെൻറ്റിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ വിനീതേട്ടൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 4 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിനി ഇവിടെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇന്നലെ നമ്മൾ ഗ്രിൽഡ് ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ അതിൽ കാണിക്കുന്നതായിരിക്കും. രാത്രിയാണ് കയറി വന്നത്, അതാ അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ടാ, നല്ല കാറ്റ്, നല്ല അടിപൊളി വ്യൂ കേട്ടോ. സൂര്യനൊക്കെ അതാ ഉദിച്ച് സെറ്റാണ്. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ചുള്ളിക്കമ്പ് ഉറുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഗൈസ് അവിടെയാണ് ആ ചെറിയൊരു കാട് പോലെ സംഭവം ഉണ്ട്. അവിടെ പോയി നമുക്ക് ചുള്ളിക്കമ്പ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചുള്ളിക്കമ്പ് കുറച്ചിട്ട് തരാം. ഇതേ കണ്ടോ, ഇവിടെ ഈ വരുന്ന ആളുകളൊക്കെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ വേസ്റ്റൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് പോവാണ്. ഇതൊക്കെ വരുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ തിരിച്ച്. കണ്ടോ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ നമ്മളിതുപോലെ നശിപ്പിക്കരുത്. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മളിതുപോലെ നശിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കുപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമ്മളത് തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സംസ്കരിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് ചുള്ളിക്കമ്പുകൾ വെറുക്കാട്ടതാ. ഞാൻ ഇനി എന്തായാലും ചുള്ളിക്കമ്പുകൾ കുറച്ച് പെറുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വിറകൊക്കെ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി തിളപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. ഗൈസ് നമ്മൾ ചായക്കുള്ള വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ തീ കത്തിച്ചിട്ടുണ്ട്. ഒരു ഫാർമഡേലിനാണ് തീ കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാത്രം വെക്കാനായിട്ടുള്ള ഒരു ഇതിന്. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുപ്പ് ഇതാ കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചായ ഇതാ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചേട്ടൻ്റെ ശ്രമം അങ്ങനെ വിജയിച്ചു ഗൈസ് കേട്ടോ. വിജയിച്ച് അങ്ങനെ അടുപ്പ് കത്തി ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഒഴിക്കാം. അവിടെ തന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ടാ. കട്ടൻ കാപ്പി അടിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് വിനുവേട്ടൻ. അത് കുഴപ്പമില്ല. പിന്നെ വേറെ 6 പാക്കുള്ള മനുഷ്യരെ കാണിച്ചാലോ. ഇത് വേറെ 6 പാക്കുള്ള മനുഷ്യരാണ് കണ്ടോ. വയർ നിറച്ച 6 പാക്കാണ്. സോറി ഫാമിലി പാക്കാണ് കേട്ടോ. അയ്യോ അടിപൊളി ചെടി എടുത്ത് എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഗൈസിൻ്റെ എന്തോ ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയാട്ടോ. അടിപൊളിയാണ്. ഈ ഒരു മരവും കാണാൻ രസമുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റിൽ ഇങ്ങനെ നിൽക്കണം കാണാനും നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണേ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നു കേട്ടോ. നമുക്കിനി എന്തായാലും മോളിക്കാനെ കയറിയാം. അയ്യോ വന്ന വഴി ഏതായിരുന്നു? അത് കൂടെ പോകും.
ഗൈസ് നമ്മളിതവിടെ മുട്ട പുഴുങ്ങുക കേട്ടോ. ഗൈസ് നമ്മൾ അതിൻ്റെ അടുത്ത് മാഗി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുള്ള വെള്ളമാണ് ഇവിടെ വെച്ചാൽ. മാഗി പാക്കറ്റ് ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. നമ്മളിവിടെ മാഗി പാക്കറ്റ് ഇതാ പൊട്ടിക്കണം. വെള്ളമില്ലേ കുടിക്കാൻ? ഗൈസ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും അടിയിലാണ്, മലയുടെ ഏറ്റവും അടിയിലാണ് നമ്മളുള്ളത്. ഇന്നലെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇന്നലെ രാത്രി കാരണം ഒന്നും കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. അവിടേക്ക് പോകണ വഴിയും കാര്യങ്ങളും ഒന്നും കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഏറ്റവും അടിയിലാണുള്ളത്. അപ്പോൾ ഇനി വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിരുന്നു. ഇതിലൂടെ നമുക്ക് ഒരു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള വഴിയുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ വഴിയിൽ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വഴിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള വഴി. ഇതാണ് കേട്ടോ. ഇതിലൂടെ നമ്മൾ പോകണം. വളരെ ശ്രദ്ധിച്ച് കയറണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പാവും ഭയങ്കര ഒരു നല്ല സാധ്യത ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു മണ്ണും ചരലും പാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പാവും ഭയങ്കര ചാൻസ് കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇതിലൂടെ അങ്ങനെ മുടക്കി കയറി പോകണം. ഇപ്പം ഇന്നലെ ഞങ്ങൾ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാത്രിയായി പോയി. അതുകൊണ്ട് കണ്ണൊന്നും കണ്ടിട്ടുണ്ടായില്ല കയറി പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. ഇതുപോലെ ആളുകൾ പോയിട്ടുള്ളൊരു വഴിയൊക്കെ കാണാം. ചെറിയൊരു വഴി കൂടെ കാണാം നമുക്ക് പോണത്. ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തെന്നി താഴെ കിടക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു വള്ളിയൊക്കെ ഉണ്ട് പിടിച്ച് കയറാനൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് കിതക്കുണ്ട് കേട്ടോ. കാരണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ നിന്ന് ഞാൻ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നാണ് ഈ ഒരു കാണിക്കാനായിട്ട്. അപ്പോൾ ടയേർഡാണ്. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടാണ്. മരം കണ്ട് നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ കയറി വരുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അടയ്ക്കേണ്ടി പോകാം. മുകളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള വൈബ് അത് വേറെ ലെവൽ തന്നെയാണ്. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. കാരണം ഈ മണ്ണും കുന്നും മലയൊക്കെ കയറി അതിന് മുകളിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് അതിനൊരു വൈബ് അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഗൈസ് അതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. അതാണ് പിന്നെ നമുക്ക് എന്തായാലും മുകളിൽ പോവാം. സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ എത്തൂട്ടാ. മുകളിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാറ്റ് വേറെ ലെവലാണ്. ഇത്രയും കയറിയതിൻ്റെ ക്ഷീണം കംപ്ലീറ്റ് ഈ ഒരു കാറ്റിക്കൂടെയാണ് പോകും. താഴ്ത്തോരെ പോയി ആ ഓ സഭയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാഗി മുട്ട പുഴുങ്ങിയത്. താങ്ക് യു ഗൈസ്. ഇനി പാക്ക് ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഞാനെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടുന്ന് പോകാൻ പോവാണ്. പാക്ക് ചെയ്തതാ അവരൊക്കെ അവിടെ എത്തിയിട്ടാ. നീട്ടാ ഇറങ്ങി വരുന്നു. അപ്പോൾ ബൈ മല അല്ലേ, നമ്മൾ ഇറങ്ങി പോകുമ്പോട്ടെ. സാധനങ്ങളൊക്കെ വെച്ച് ഇറങ്ങി. ഇന്നലെ കയറി വരുമ്പോൾ തന്നെ രാത്രി ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഇപ്പോൾ
വഴി തെറ്റൂല നമ്മളെ വിശ്വാസം അതല്ലേ എല്ലാം. അപ്പോൾ ഗൈസ് ഞാൻ അടിയിലെത്തിയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം കേട്ടോ. കാരണം ഇനി ക്യാമറ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടിയിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഭയങ്കര സ്ലിപ്പിയാണ്. വീണ് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ ഞാൻ എല്ലാം കൂടെ ഇതായി കിടക്കും അവിടെ. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഇതാ അടിയിലെത്തി കേട്ടോ. അയ്യോ ലാൻഡ് ചെയ്ത് യെസ് ഗൈസ് നമ്മളങ്ങനെ അടിയിലെത്തി. പിന്നെ ചേട്ടാ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ വണ്ടരടുത്തേക്ക് പോകണ്ട. ഇനി നമ്മൾ വണ്ടരടുത്തേക്ക് പോകണം. ഒരു ലോഡുണ്ട് കയ്യിലിട്ടാ. ഇത് വെച്ചാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഓക്കെ ഫ്രണ്ടിൽ പോകണമൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ക്യാമ്പിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇതാ വിനീതേട്ടൻ വിനോദേട്ടൻ. അപ്പോൾ ഇവരാണ് എൻ്റെ കൂടെ വന്നായിരുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയുണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അത് അടിച്ച് പൊട്ടിച്ചേക്കിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.